بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه ബാബുൻ ഫി സിദ്ഖി സിദ്ഖിൽ പറയുന്ന അധ്യായമാണ് സത്യസന്ധത. സത്യം പറയുക, അതിനുവേണ്ടി നിലകൊള്ളുക. എന്ത് പ്രയാസമുണ്ടായാലും വിഷമമുണ്ടായാലും സത്യം മാത്രം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുക. ഖാല അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനേക്ക് തഖ്വ ചെയ്യുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി നമ്മൾ നിർവഹിക്കുകയും ഉപേക്ഷിക്കാൻ പറഞ്ഞ വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ കൂനു അതിനോട് തൊട്ട്, തഖ്വയോട് തൊട്ട് അടുത്ത ഭാഗമായിട്ട് പറയുകയാണ്, കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോട് കൂടെയാവുക. അവിടെ സ്വിദ്ക്ക് ജീവിതത്തിൽ പാലിച്ച് പ്രയാസഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലുമൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിയ മഹാന്മാരായ സ്വാദിഖീങ്ങളായ ആളുകളുണ്ട്. അവരോട് കൂടെ, അവരുടെ അത്ര സിദ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പരമാവധി നമ്മൾ സത്യവാന്മാരോട് കൂടെ ആവുക. ഖാല തആല, അല്ലാഹു തആല പറയുന്നു, വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യം പറയുന്ന സിദ്ക്ക് പാലിക്കുന്നവരും പുരുഷന്മാരും സ്ത്രീകളും അവരുടെ വിശേഷണമാണ്. അവിടെ മദ്ഹ് പറയുന്ന ഘട്ടത്തിലാണ് അള്ളാഹു ഇത് പറയുന്നത്. മറ്റൊരായത്തിലൂടെ വഖാല തആല ഫലൗ സദഖുല്ലാഹ, അവർ അള്ളാഹുവിനോട് സിദ്ക്ക് കാണിച്ചാൽ, ഈമാന്, ത്വാഅത്ത്, വിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലുമൊക്കെ ആത്മാർത്ഥമായി നമ്മൾ നിർവഹിച്ചാൽ ലഖാന ഖൈറൻ ലഹും, അതാണ് അവർക്ക് ഏറ്റവും ഉത്തമം എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലുടനീളം സ്വിദ്ഖ് നമ്മൾ പാലിച്ചിരിക്കണം. അമ്മൽ അഹാദീസ്, ഹദീസുകൾ, ഫൽ അവ്വലു 54-ാമത്തെ ഹദീസ്, അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന സ്വിദ്ഖ, തീർച്ചയായും സ്വിദ്ഖ്, വാക്കുകളിൽ സത്യം പറയുക എന്നുള്ളത്, യഹ്ദി, അത് ചേർക്കുന്നതാണ്, ഇലൽ ബിർരി, ഗുണത്തിലേക്ക് ചേർക്കും, സൽക്കർമ്മങ്ങളിലേക്ക് ചേർക്കും, ആക്ഷേപമൊന്നും ഉണ്ടാവില്ല. വ ഇന്നൽ ബിർറ, സൽക്കർമ്മം, ഗുണം എന്നുള്ളത്, യഹ്ദി ഇലൽ ജന്ന, അത് സ്വർഗത്തിലേക്ക് ചേർക്കുന്നതുമാണ്. അപ്പോൾ സത്യം പാലിച്ച് ജീവിക്കൽ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നർത്ഥം. ഇന്ന റജുല, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യവർഗം, ലയസ്ദുഖു, അവൻ എല്ലാ വിഷയത്തിലും സത്യം പാലിച്ചുകൊണ്ടിരിക്കുന്നു, സത്യസന്ധത ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി ഹത്ത യുക്തബ,
ഇൻദല്ലാഹി സുദ്ദീഖൻ. ഇതുവരെ അങ്ങനെ യുക്തബ എഴുതപ്പെടും, ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ, സുദ്ദീഖൻ കൂടുതൽ സത്യം പറയുന്ന ആളായിട്ട്. എപ്പോഴും ആവർത്തിച്ച് ഒരുപാട് നുണ പറയേണ്ട അല്ലെങ്കിൽ തെറ്റ് നിർവഹിക്കേണ്ട സമയങ്ങളിൽ പോലും ഒന്നൊക്കെ മാറി നിന്ന് സത്യസന്ധത പാലിക്കുന്ന ആളായി, കൂടുതൽ സത്യസന്ധത പാലിക്കുന്ന ആളായി അള്ളാഹുവിൻ്റെ അടുക്കൽ എഴുതപ്പെടുന്നതുവരെ അവൻ സത്യം ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അള്ളാഹു അവനെ സിദ്ദീഖ് എന്നാണ് അവനെ രേഖപ്പെടുത്തുക. വൈനൽ കദിബ, നേരെ എതിര് പറയാണ്, കളവ്, യഹ്ദി ഇലൽ ഫുജൂർ, അത് മോശം പ്രവർത്തനങ്ങളിലേക്ക് ചേർക്കും. വഇന്നൽ ഫുജൂറ, തീർച്ചയായും തോന്നിവാസം, യഹ്ദി ഇലന്നാർ, അത് നരകത്തിലേക്കും ചേർക്കും. വഇന്നർ റജുല, മനുഷ്യവർഗം, ലയക്ദിബു, അവർ കളവ് എപ്പോഴും ശ്രദ്ധിച്ച് കളവേ പറയൂ. അങ്ങനെയുള്ള മനുഷ്യർ ഹത്താ യുക്തബ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവരെ രേഖപ്പെടുത്തപ്പെടും. അവർക്കൊരു വസ്തു കിട്ടും, കദ്ദാബൻ, കദ്ദാബ് എന്ന ഒരു വസ്തു കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് ശുദ്ധീയങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കും, ഇവർക്ക് കദ്ദാബിന് കിട്ടുന്ന ശിക്ഷയും അവരുടെ വിശേഷണങ്ങളും ഒക്കെ ഇവർക്കും ലഭിക്കും. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സുദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ പാലിച്ചിരിക്കണം. 55 അസാനി, രണ്ടാമത്തെ ഹദീസ്, അൻ അബി മുഹമ്മദിൻ അൽ ഹസൻ ഇബ്നു അലിയിൻ ഇബ്നു അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹുമാ. അബൂ മുഹമ്മദ് ഹസൻ ഇബ്നു അലി, അബൂ താലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നബിതങ്ങളാണ് ഹസന് എന്ന് പേര് വെച്ചത്. ഫാത്തിമ ബീവി നബിതങ്ങളുടെ മകളുടെ മകനാണല്ലോ ഹസൻ റളിയല്ലാഹു അൻഹു, പേരക്കുട്ടിയാണ്. നബിതങ്ങളാണ് ഹസൻ എന്ന് പേര് വെച്ചത്. അതുപോലെ അബൂ മുഹമ്മദ് എന്ന് വിളിച്ചതും റസൂലുള്ളാഹിയാണ്. അപ്പോൾ അവർ പറയാണ്, ഖാല ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും മനഃപ്പാഠമാക്കി. എന്ത് മനഃപ്പാഠമാക്കി? ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക. ദഅ, എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ദഅ, നീ ഉപേക്ഷിക്കണം, മാ യരീബുക, നിനക്ക് സംശയം ഉണ്ടാക്കി തരുന്ന വിഷയത്തിനെ നീ ഉപേക്ഷിക്കണം. ഇലാ മാ ലാ യരീബുക, സംശയം ഉണ്ടാക്കാത്ത ഒന്നിനെ നീ എടുക്കുകയും വേണം. അപ്പോൾ സംശയമുള്ളതിനെ ഉപേക്ഷിച്ച് സംശയമില്ലാത്ത കാര്യം എന്ത് ചെയ്യണം? നീ നിർവഹിക്കണം. അപ്പോൾ നമുക്കൊരു വിഷയത്തിലൊരു ഡൗട്ടുണ്ട്, ഇത് ഹലാലാണോ ഹലാലല്ലേ? അപ്പോൾ നമ്മളത് ഉപേക്ഷിച്ച് ഹലാലാണ് എന്ന് ഉറപ്പുള്ള കാര്യം എന്ത് ചെയ്യുക? നമ്മൾ നിർവഹിക്കുക. പിന്നെ പറഞ്ഞത് ഫഇന്ന സിദ്ഖ, സത്യസന്ധത കാണിക്കുക എന്നുള്ളത്, തുമഇനീനത്തുൻ, അത് സമാധാനം നൽകുന്നതാണ്.
സത്യസന്ധത കാണിക്കുക എന്നുള്ളത് അത് സമാധാനം നൽകും. നമുക്ക് മനസ്സിനൊരു വിഷമോ മാനസികമായിട്ടൊരു പ്രശ്നങ്ങളോ പ്രോബ്ലംസോ ഒന്നും ഉണ്ടാവില്ല. എന്നാലോ വൽ കദിബ, കളവ് കാണിക്കുക എന്നുള്ളത്, കള്ളം പറയുക എന്നുള്ളത് അത് രീപത്തുൽ, അത് നമുക്ക് അസ്വസ്ഥത നൽകും. അത് മനസ്സിന് സമാധാനം നൽകൂല. അത് അസ്വസ്ഥതയാണ് നൽകുക, പേടിയാണ് നൽകുക. റവാഹു തിർമുദിയു, തിർമുദി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഖാല, തിർമുദി റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു, ഹദീസുൻ സഹീഹുൻ, ഇത് സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബിതങ്ങളിൽ നിന്നും മനഃപ്പാഠമാക്കിയ ഒരു വിഷയം, ദഅ്മാ യരീബുക, സംശയമുള്ളതിനെ ഉപേക്ഷിക്കുകയും സംശയമില്ലാത്തതിനെ നീ അവലംബിക്കുകയും ചെയ്യണം. ഖൗലുഹു യരീബുക, യരീബുക എന്ന വാക്ക് അത് ഹുവ ബിഫത്ഹിൽ യാഇ വ ലമ്മിഹ, യരീബുക എന്നുണ്ട്, യുരീബുക എന്നുണ്ട്. അതിൻ്റെ അർത്ഥം മാനാഹു, അതിൻ്റെ അർത്ഥം ഉത്തുറുഖ്, നീ ഉപേക്ഷിക്കുക, മാ തശുക്കു, നീ സംശയിക്കുന്ന ഒന്നിനെ, ഫിഹില്ലി, അത് ഹലാലാണോ എന്ന വിഷയത്തിൽ സംശയിക്കുന്ന ഒന്നിനെ നീ ഉപേക്ഷിക്കുക. വഅദിൽ, നീ എടുക്കുകയും ചെയ്തോ, നീ അവലംബിക്കുകയും ചെയ്തോ, ഇലാമാ ലാ തശുക്കു ഫീഹി, നീ സംശയിക്കാത്ത ഒന്നിലേക്ക് നീ അവലംബം സ്വീകരിക്കുകയും ചെയ്തോ. ഉറപ്പുണ്ട് ഹലാലാണ്, എന്നാൽ അത് സ്വീകരിക്കുക. സംശയമുണ്ട് നിനക്ക് ഹലാലാണോ അല്ലേ എന്ന വിഷയത്തിൽ, എന്നാൽ അതിനെ നീ ഉപേക്ഷിക്കുകയും ചെയ്യുക. അൻപത്തിയാറ്. അസാലിഫു, മൂന്നാമത്തത്, അൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു, സഖർ ബിൻ ഹർബ്, അബൂ സുഫിയാൻ എന്നവരെ കുറിച്ചാണ് പറയുന്നത്, റളിയല്ലാഹു അൻഹു. മക്ക വിജയത്തിൻ്റെ ആ രാത്രിയിലാണ് മുസ്ലിമാകുന്നത്. ശേഷം ഹുനൈൻ യുദ്ധമൊക്കെ അദ്ദേഹം പങ്കെടുത്തു. നബി തങ്ങൾ അദ്ദേഹത്തിന് 100 ഒട്ടകവും അതുപോലെ ഒരുപാട് വസ്ത്രങ്ങളും ധാന്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഗനീമത്ത് സ്വത്തിൽ നിന്ന് നൽകി. അങ്ങനെ നബി തങ്ങൾ നജറാനിലെ ഗവർണറാക്കി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ. നബി തങ്ങൾ മരണപ്പെടുന്ന സമയത്ത്, വഫാത്താകുന്ന സമയത്ത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു നജറാനിലെ ഗവർണറാണ്. ഈ പറയാൻ പോകുന്ന ഹദീസ് വലിയ ഹദീസാണ്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ മദീനയിൽ വെച്ച് ഹിജ്റ 32 അല്ലെങ്കിൽ 31 വഫാത്ത്. 88 വയസ്സുണ്ട്, അല്ല 93 വയസ്സുണ്ട് എന്നൊക്കെ 2 അഭിപ്രായങ്ങളുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ജനാസ നിസ്കരിച്ചത്. അങ്ങനത്തെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഫി ഹദീസിഹി അത്വീൽ, ദീർഘമേറിയ ഹദീസിൽ, ഫി ഖിസ്സത്തി ഹിർക്കൽ, ഹിർക്കൽ രാജാവിൻ്റെ
കഥ വായിക്കുന്ന, ചരിത്രം പറയുന്ന ആ ദീർഘമേറിയ ഹദീസിൽ അബൂ സുഫിയാൻ സഖർ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹിർക്കൽ എന്നാണ് വായിക്കേണ്ടത്. റോമിലെ രാജാവാണ് ഹിർക്കൽ. അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് കൈസർ എന്നുള്ളത്. പേർഷ്യൻ രാജാവിന് കിസ്ര എന്ന് പറയും, പേർഷ്യയിലെ രാജാവിന് കിസ്ര എന്ന് പറയും, അതുപോലെ റോമിലെ രാജാവിന് കൈസർ എന്ന് പറയും സ്ഥാനപ്പേര്. ഹിർക്കൽ രാജാവ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എത്തുകയാണ്. ആ സമയത്ത് അബൂ സുഫിയാനോട് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിൽ കാല ഹിർക്കൽ എന്നവർ ചോദിച്ചു, ഫമാദായ ഉമുറുക്കും, നിങ്ങളോട് എന്താണ് അദ്ദേഹം കൽപ്പിക്കുന്നത്? യാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത്? ഖാല അബൂ സുഫിയാൻ പറഞ്ഞു. അബൂ സുഫിയാൻ അന്ന് മുസ്ലിം ആയിട്ടില്ല. അബൂ സുഫിയാൻ പറഞ്ഞു, ഖുൽതു യഖൂലു, അദ്ദേഹം പറയുന്നത്, പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, വഹദഹു, ഏകനായി, അല്ലാഹുവിനെ ഏകനായി ആരാധിക്കണം, വലാ തുശ്രികൂ ബിഹി ശൈഅൻ, അവനോട് നിങ്ങൾ ഒന്നും പങ്കു ചേർക്കരുത്. എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനോടൊന്നും പങ്കു ചേർക്കരുത്. അതുപോലെ വത്രുക്കു, നിങ്ങൾ ഒഴിവാക്കണം, മാ, ഒന്നിനെ, യഖൂലു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ. അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്ന വിഷയങ്ങൾ, അവർ പടച്ചുണ്ടാക്കിയ ബിംബങ്ങൾ അവർ ആരാധിക്കുക, അങ്ങനത്തെ സംഗതികളൊക്കെ അവരുടെ സ്വന്തം അഭിപ്രായങ്ങളായി. അതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. അതുപോലെ വയഅ്മുറുന ബിസ്സലാത്ത്, നിസ്കാരം നിലനിർത്തണം എന്ന് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. വസ്വിദ്ഖി, സ്വിദ്ഖ് വേണം, സത്യസന്ധത വേണം എന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ വൽ അഫാഫി, ഹറാമായ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ മാന്യത നശിപ്പിക്കുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ സംശുദ്ധരാവണം, സംശുദ്ധത കാണിക്കണം. അതുപോലെ വസ്സിലത്തി, കുടുംബബന്ധം ചേർക്കണം, നമ്മുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, അതിൽ അവരോട് നല്ല നിലക്ക് വർത്തിക്കണം എന്നിത്യാദി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, കൽപ്പിക്കുന്നുണ്ട് എന്ന് മറുപടി പറഞ്ഞു. അപ്പം ഇവിടെ നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട് സിദ്ഖ് കൊണ്ട് കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നുബുവത്ത് ലഭിച്ച് ആ തുടക്ക കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു നിർദ്ദേശമാണ്. നിസ്കാരം വേണം, അതിനോടുകൂടെ തന്നെ സിദ്ഖും നമ്മൾ ജീവിതത്തിൽ കാണിക്കണം. ആ സിദ്ഖുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇഖ്ലാസും എല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം എന്ന് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. الرابع, നാലാമത്തെ ഹദീസ്, അൻ അബി സാബിത്തിൻ സഹ്ൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു, വഹുവ ബദ്രിയുൻ, അദ്ദേഹം ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്. റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ, ഒരാൾ, സഅലല്ലാഹ, അവൻ അള്ളാഹുവിനോട് ചോദിച്ചു, അഷഹാദത്ത, രക്തസാക്ഷിത്വം ചോദിച്ചു, രക്തസാക്ഷിത്വം, ഷഹീദാവണം, ആ ഒരു പദവി എനിക്ക് കിട്ടണം എന്ന് ചോദിച്ചു. ബി സിദ്ഖിൻ, സിദ്ഖോടുകൂടെ ചോദിച്ചു.
എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി അള്ളാഹുവിനോട്, വെറുതെ ഒരു രസത്തിനോ ആളുകൾ കേൾക്കാനോ മനസ്സിൽ ആ ചിന്ത വരാതെയോ അല്ല, സത്യസന്ധമായ രൂപത്തിൽ ഒരാൾ അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിച്ചാൽ ബല്ലഗഹുല്ലാഹു, അള്ളാഹു അവനെ എത്തിക്കുന്നതാണ്. ബല്ലഗഹുല്ലാഹു, അള്ളാഹു അവനെ എത്തിക്കും. മനാസില ശുഹദ, ഉന്നത സ്ഥാനമുള്ള ശുഹദാക്കളുടെ പദവിയിൽ എത്തിക്കും. വ ഇൻ മാത്ത അലാ ഫിറാഷിഹി, അവൻ്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി. അപ്പോൾ മനസ്സിൽ സത്യസന്ധമായി വലിയൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ അവന് കഴിഞ്ഞതുമില്ല എങ്കിൽ അവർക്ക് ശുഹദാഇൻ്റെ പ്രതിഫലം, അത് ശാരീരികമായ പ്രശ്നങ്ങളെ കൊണ്ടും മറ്റുമൊക്കെ ആവാം. അപ്പോൾ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, സത്യസന്ധമായി ഷഹാദത്തിന് ആഗ്രഹിച്ചു, പക്ഷേ ആരോഗ്യപരമായോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളെ കൊണ്ടോ യുദ്ധത്തിന് വരാൻ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർക്കും അവരവരുടെ വീട്ടിലെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരി, ഷഹാദത്തിൻ്റെ വലിയ സ്ഥാനമാനങ്ങൾ, വലിയ പദവികൾ അല്ലാഹു അവർക്ക് നൽകുന്നതാണ്.